വാണിജ്യ ആവശ്യത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത നിലച്ചതോടെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടഞ്ഞു തുടങ്ങി. തിരുവനന്തപുരത്തെ വിനോദസഞ്ചാര മേഖലകളിലെ ഏറിയ പങ്കും ഹോട്ടലുകളും കഴിഞ്ഞ ദിവസം മുതൽ പൂട്ടിട്ടു. കരുതൽ ശേഖരം കുറയുന്നതോടെ ഇന്നു മുതൽ കൂടുതൽ ഹോട്ടലുകൾ അടയ്ക്കും. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സംസ്ഥാനത്തെ പാചകവാതക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്. ഈ ഒരു പ്രദേശം ഇവിടം തുടങ്ങി അങ്ങേ അറ്റം വരെ വിഴിഞ്ഞത്തെ പാറപ്പള്ളി പള്ളിയോട് ചേർന്നുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്ത് വലിയ തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഈ കടയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വരുമ്പോഴൊക്കെ എപ്പോഴും തുറന്നു കിടക്കുന്ന വലിയ തിരക്കുണ്ടായിരുന്ന കടകളൊക്കെയാണ്. പക്ഷേ ഇന്ന് ഇത് അടഞ്ഞു കിടക്കുകയാണ്. അകത്ത് ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉള്ളത്. എന്തായാലും എങ്ങനെയാണ് ഈ പ്രതിസന്ധി വിനോദസഞ്ചാര മേഖലകളടക്കം ബാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം കൂടിയാണ് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തെ ഈ പ്രദേശത്ത് നിന്ന് മാത്രം കാണാൻ സാധിക്കുന്നുള്ളതാണ്. കടകളൊക്കെ ഏറിയ പങ്ക് കടകളും അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ഗ്യാസ് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ തീർന്നതാണ്. ഇന്നലെ വരെ കട പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നായപ്പോഴേക്കും പ്രതിസന്ധികൾ ഉയർന്നു. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ 20% ഹോട്ടലുകൾ നിലവിൽ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ നിലവിൽ ഈ ഇതൊക്കെ ജീവനക്കാരാണോ അതോ കഴിക്കാൻ വന്നവരാണോ? അല്ല, നമ്മുടെ ജീവനക്കാരാണ്. ഒരു 17 പേരോളം ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും, നമ്മൾ മാത്രമല്ലല്ലോ പ്രതിസന്ധിയിലാകുന്നത്, ഇതിനെ ആശ്രയിച്ചൊരു 10-17 പേര് ജീവിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരുടെ പ്രശ്നവും ഈ നോമ്പിലാണ് ഹോട്ടൽ അടച്ചത്. ഇന്നലെ വരെ നമ്മൾ ഒരുവിധം ഒപ്പിച്ച് കൊണ്ടുപോയിരുന്നു. ഇന്നിപ്പം ഗ്യാസിന് പകരം ഗ്യാസല്ലേ പറ്റൂ. അപ്പം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് മുതൽ ക്ലോസ് ആണ്. ഇനി ജീവനക്കാരൊക്കെ ഇപ്പം ഇന്നിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അവർ വീടും നാടും വിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനാണ്. അപ്പോൾ അവരുടെ ചിലവും ജീവിതവും എല്ലാം കൂടി പെരുന്നാളും നോമ്പും മൊത്തത്തിൽ പ്രശ്നമാണ്. പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഹോട്ടൽ ഉടമകളെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്, ജീവനക്കാരെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.